വയനാട് ദുരന്തം അതിതീവ്രമെന്ന് പ്രഖ്യാപിച്ചതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം പൊളിയുന്നു. ഉരുൾപൊട്ടലിനെ അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് വിവിധ കേന്ദ്ര മന്ത്രാലയ സംഘത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട്. നവംബർ 27-ന് രാജ്യസഭയിൽ നൽകിയ മറുപടിയിലും അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പൊളിഞ്ഞത് പ്രഖ്യാപനം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൊപ്പം ചേരുന്നു. പ്രജിത്ത്, എത്ര കൊടുത്താലും ഏതോ ഒരു സിനിമയിൽ നെടുമുടി വേണു പറയുന്നത് പോലെ ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും തന്നില്ല എന്ന പരാതിയാണ് കേരളത്തിന്. ഒരു അവകാശവാദം കൂടി പൊളിഞ്ഞു വീഴുകയാണ് അല്ലേ? കൃഷ്ണരാജ്, ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അത് സംസ്ഥാനത്തിന്റെ പ്രത്യേകിച്ച് ഇപ്പോൾ അതിതീവ്ര ദുരന്ത വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമെന്ന രീതിയിൽ വലിയ പ്രചരണം നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ 153 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ രീതിയിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു ഇരവാദമൊക്കെ പ്രചരിപ്പിച്ച് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള പ്രചരണം സർക്കാർ CPM അല്ലെങ്കിൽ CPM-ന്റെ ഇടത് സൈബർ ഹാൻഡിലുകൾ അവരുടെ ഔദ്യോഗിക മാധ്യമങ്ങളെല്ലാം തന്നെ ഈ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ നവംബർ 16-ന് തന്നെ ഈ രീതിയിൽ അതിതീവ്ര ദുരന്തമായി, അതിന് മുൻപ് തന്നെ അതിതീവ്ര ദുരന്തമായി വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാൻ ഈ നവംബർ 16 എന്നൊരു ഡേറ്റ് പറയാൻ കാരണം, അന്ന് നടന്ന ഉന്നതതല യോഗത്തിലും വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ടുള്ള ചർച്ചകൾക്കുമൊക്കെയാണ് കേന്ദ്ര സർക്കാർ തുനിഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മുൻപ് തന്നെ പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന അറിവ് അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പനുസരിച്ച് ഏതാണ്ട് ഏറെക്കാലം മുൻപ് തന്നെ ഈ രീതിയിലുള്ള വിലയിരുത്തലുകളും അല്ലെങ്കിൽ ആ രീതിയിൽ വയനാട് ദുരന്തത്തെ കാണുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവിധ മന്ത്രാലയ ടീം അഥവാ ISID-യാണ് ഈ രീതിയിൽ സർക്കാരിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ദുരന്തങ്ങളുമൊക്കെ ഈ രീതിയിൽ ഏത് രീതിയിൽ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തണം തുടങ്ങിയിട്ടുള്ള ചർച്ചകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ ടീമാണ് വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയത്. അതിനുശേഷം അത് കേന്ദ്ര സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്ന രീതിയിൽ സംസ്ഥാനം കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രഖ്യാപനം മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ നവംബർ 16 നടന്ന ഉന്നതതല യോഗത്തിലും ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. പിന്നീട് നവംബർ 27-ന് രാജ്യസഭയിൽ നൽകിയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് നൽകിയിട്ടുള്ള മറുപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയം വയനാട് ദുരന്തം അത് അതിതീവ്ര ദുരന്തമാണ് എന്ന രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ കാണുന്നതായി അറിയിക്കുന്നു. പിന്നീട് ഡിസംബർ 4-ന് മുസ്ലിം ലീഗ് MP ആയിട്ടുള്ള രാജ്യസഭ MP ആയിട്ടുള്ള ഹാരിസ് ബീരാനും സമാനമായ രീതിയിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ അതിതീവ്ര ദുരന്തമാണ് വയനാട് എന്ന് കാട്ടിയുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കത്ത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ലഭിച്ച സമയത്ത് ഇപ്പോൾ ഇതാ തങ്ങൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദവും അല്ലെങ്കിൽ പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ കേന്ദ്രം ഈ വയനാട് ദുരന്തത്തെ അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിലുള്ള പ്രചാരണത്തിനാണ് സംസ്ഥാന വാർത്തയുടെ വിവരങ്ങളിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരും വാർത്തകളിൽ വരേണ്ടതുണ്ട്. കാരണം ഒരു കേന്ദ്രമൊന്നും തന്നില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഒരിക്കൽ കൂടി തിരിച്ചടി നേരിടുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്.